ഹലോ, നമ്മളുടെ വീട്ടിലൊക്കെ ജൈവവളം നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ജൈവവളമാണിത്. എന്നറിയോ, ഇതിപ്പോൾ നിറഞ്ഞു. ഞാൻ ചേന നടാനും പൂവ് നടാനൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ ബാക്കിയാണ് ഇത്. കണ്ടോ, ശരിക്കും ചാണകപ്പൊടി പോലെയല്ലേ. അപ്പോൾ ഇതിന് മണ്ണിര ഇതൊന്നും വേണ്ട. ഞാൻ മണ്ണിരൊന്നും ഇട്ടിട്ടില്ല, മണ്ണിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വെറും നമ്മളുടെ വീട്ടിലത്തെ പച്ചക്കറി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ പുല്ല്, അതുപോലെ പച്ചക്കറി വേസ്റ്റ്, എന്തായാലും പഴത്തിൻ്റെ തോലാണെങ്കിലും അല്ല, കുമ്പളങ്ങയുടെ പോലെ നമ്മൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന തോല്, ചക്കട മടൽ, അതേപോലെ ചക്കട മടലൊന്നും ഞാൻ കളയില്ല കേട്ടോ. ഒക്കെ ചാക്കിലാക്കിയിട്ട് ഒക്കെ അതിൽ കൊടുന്നു. എന്നിട്ട് ഇതാണ് നിറഞ്ഞിരിക്കണ്. ഇത് ഓരോ ഇടലിടുമ്പോൾ നമ്മൾ അടച്ചു വെക്കണം. ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങാൻ സമ്മതിക്കരുത്. അപ്പോൾ അതിൻ്റെ ഈർപ്പം, ഈ പച്ചക്കറിയുടെ ഈർപ്പുണ്ടല്ലോ, അത് തട്ടിയിട്ട് അതിൽ അങ്ങനെ നല്ല പുഴുക്കൾ വരും. അപ്പോൾ അതങ്ങനെ പുഴു വന്നിട്ട് എന്ത് കാട്ടുക, അത് അളിഞ്ഞിട്ട് അങ്ങനെ അമർന്ന് പോകും. ഇടുന്തോറും അമരും. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇടാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നിറഞ്ഞു. കണ്ടോ, കഴിഞ്ഞ കൊല്ലം ഇട്ടതാണ് ഇപ്പോൾ അത് ഞാൻ എടുത്തത്. ഇത് ഇക്കൊല്ലത്തെയാണ് ചക്കടം മടൽ. ഇപ്പോൾ അത് അക്കൊല്ലത്തെ ഇട്ടതാണ് ചക്കടം മടൽ. ഇതിപ്പോൾ ഇത് ഇനി ഒരു 6 മാസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നല്ലതുപോലെ അടച്ചു വെക്കണം. മഴ നനയാൻ പാടില്ല. അതേപോലെ വല്ല നല്ല കട്ടിയുള്ള എന്തെങ്കിലും കോട്ടൺ തുണി എന്തെങ്കിലും ഇട്ടിട്ട് അടക്കൻ്റെ അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് ഇടുക. അപ്പോൾ നല്ല പുഴുകും. പുഴുകണ സമയത്ത് പിന്നെ അത് വളമായിട്ട് മാറും. അതിന് മണ്ണിരൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ അത് കമ്പോസ്റ്റ് ആകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ മണ്ണിരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാ കൊല്ലം എനിക്ക് ഓരോ റിങ് ഇത് കിട്ടും, വളം കിട്ടും. കണ്ടോ, ഞാൻ അതേപോലെ ഓരോന്ന് കൊടുന്നിട്ട് ചെയ്യുന്നിട്ട് അപ്പം തന്നെ അടച്ചു വെക്കും. അടച്ചു വെച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി കോഴിക്കുട്ടികൾക്കൊക്കെ നല്ല പുഴുക്കളൊക്കെ കിട്ടും. അങ്ങനെ ആ റിങ്ങൊക്കെ നിറഞ്ഞു കിട്ടാൻ. അപ്പോൾ അത് എടുത്തതിൻ്റെ ശേഷം ഇനി നറുക്കണം ഈ കണ്ട്. ഞാനിപ്പോൾ അതാ മാങ്ങൻ്റെ ഇതൊക്കെ കൊടുന്നിട്ട്, അതുപോലെ ചക്ക തൊടി പോയപ്പോൾ ചക്ക അളിഞ്ഞിട്ടുണ്ട്. അത് ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാനെന്ത് കാട്ടി, അത് മടാളും കൊണ്ട് കൊത്തിയിട്ട് അതിലേക്ക് ഇടുകയാണ്. കൊത്തണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ആയിക്കോട്ടെ വിചാരിച്ച് ഒരു ഭാഗത്ത് തന്നെ കിടക്കണ്ട വെച്ചിട്ട് അതുപോലെ വെട്ടിയിടുകയാണ്. പിന്നെ തൊടിയിൽ പോയപ്പോൾ പിന്നെ നിറയെ മാങ്ങ കൊത്തിയതും ഇതൊക്കെ പെറുക്കിയിട്ട് ഞാൻ കൊടുന്നിട്ട് കൊടുക്കും. അതുപോലെ പുല്ല് കിട്ടി അവിടെ ഇട്ടാൽ പിന്നെയും മഴക്കാലത്ത് പിന്നെയും മുളച്ച് വരുള്ളൂ. അപ്പോൾ പറിച്ച മുല്ലൊക്കെ അതിൽ കൊടുന്നിട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം കൊടുന്നിടും തോറും എന്നിട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത് ചൂടായിട്ട് അമർന്ന് വരും. പിന്നെ അങ്ങനെ നിറച്ച കമ്പോസ്റ്റാണ് ഇപ്പോൾ ഇത്. ഇനി ഇത് നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിന് ഒരു 6 മാസം കഴിഞ്ഞാൽ കമ്പോസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ റിങ്ങോ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ജൈവവളം ഉണ്ടാക്കി പച്ചക്കറി ഉണ്ടാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.